നമ്മുടെ ദോശേൻ്റെ ബാറ്റർ കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഒരു കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഈ കുഞ്ഞു കുഞ്ഞു ഹോൾസ് കാണുന്നില്ലേ, ഇതുപോലെ ഉണ്ടെങ്കിൽ നമ്മുടെ ബാറ്റർ കറക്റ്റ് ആണെന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ദോശയ്ക്ക് ഇതുപോലെ നല്ല ഹോൾസൊക്കെ ഉണ്ടാവും കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും അമീസ് ലൈക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ. ഈ ഒരു ദോശേൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ റേഷൻ അരി കൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി ഉപയോഗിച്ചിട്ട് എങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ വീട്ടിൽ തയ്യാറാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. ഇതിൽ നമ്മൾ ഈസ്റ്റോ അല്ലെങ്കിൽ സോഡയോ ഒന്നും ചേർക്കാതെയാണ് ഇത്ര നല്ല സോഫ്റ്റായിട്ടും നല്ല സുന്ദരിയായിട്ടുള്ള ദോശ തയ്യാറാക്കുന്നത്. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് പച്ചരിയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരിയാണ് കേട്ടോ. നമ്മൾ ഈ ദോശ തയ്യാറാക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിലെ മെഷർമെൻ്റ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന അതേ അളവിൽ തന്നെ നിങ്ങൾ ഓരോന്നും എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മെഷർമെൻറ്റ് കറക്റ്റായാൽ മാത്രമേ നമ്മുടെ ദോശയുടെ ബാറ്റർ നല്ല രീതിയിൽ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് പച്ചരിയാണ്. 2 കപ്പ് പച്ചരിക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കുക. അതായത് പ്രത്യേകിച്ച് റേഷനരി ആകുമ്പോൾ ഒരുപാട് വെള്ളത്തിൽ കഴുകിയാൽ മാത്രമേ അത് നന്നായിട്ട് ക്ലീൻ ആവുള്ളൂ. അപ്പോൾ ഒരു 4-5 വെള്ളത്തിൽ കഴുകിയിട്ട് നമുക്കത് വൃത്തിയാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ അരി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നല്ല വെള്ളം ഒഴിച്ചിട്ട്, അതായത് നമ്മൾ സാധാ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒരു 4 മണിക്കൂർ കുതിരാനായിട്ട് വെക്കാം. അങ്ങനെ ഇതാ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ വെള്ളം ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് പച്ചരിക്ക് 1 കപ്പ് ചോറാണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ എടുക്കുന്ന അരിക്ക് അനുസരിച്ചിട്ട് ഇതിലെ ചോറിൻ്റെയൊക്കെ അളവ് മാറ്റം വരുത്തുക കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങയാണ്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 കപ്പ് പച്ചരിക്ക് 2 കപ്പ് തേങ്ങ, 1 കപ്പ് ചോറ്. ഇതാണ് നമ്മുടെ മെഷർമെൻ്റ് എന്ന് പറയുന്നത്. ഇതിലേക്ക് ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ വെള്ളം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സാധാ പച്ചവെള്ളത്തിലേക്ക് കുറച്ച് തേങ്ങ വെള്ളം കൂടി ചേർത്തിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇനി തേങ്ങയുടെ വെള്ളം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഞാൻ എടുത്തിരിക്കുന്ന ഈ ഒരു മെഷർമെൻറ്റ് കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് ലാസ്റ്റ് നമ്മൾ ഈ ജാറ് കഴുകിയ കുറച്ചൊരു വെള്ളം ഉണ്ടാവുമല്ലോ, അതൊരു 1/4 ഗ്ലാസിൻ്റെ താഴെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത്രയും ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഒരുപാട് വെള്ളമായി പോകരുത് എന്ന് കരുതിയിട്ട് ഒത്തിരി തിക്കായി പോകാനും പാടില്ല. അപ്പോൾ ഇനി നമ്മൾ ബാറ്റർ കറക്റ്റാണോ എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ ദോശ ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കയ്യിലെടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ചെറിയ ചെറിയ ഹോൾസ് കാണുന്നില്ലേ, ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ദോശയുടെ ബാറ്റർ കറക്റ്റാണെന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം. ഇതുപോലെ വേണം. നമ്മൾ ഒത്തിരി ലൂസായി പോകാൻ പാടില്ല എന്ന് കരുതി ഒരുപാട് തിക്കായി പോകാൻ പാടില്ല. നമ്മൾ സാധാ ദോശയ്ക്ക് എടുക്കുന്ന അതേ ഒരു ഫോമിൽ തന്നെ ഇതുപോലെ വേണം നമുക്ക് ബാറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതിനി മൂടി വെച്ചിട്ട് കുറഞ്ഞത് ഒരു 6 മണിക്കൂറെങ്കിലും ഇതുപോലെ വെച്ചേക്കുക. അപ്പം ഞാനിത് ചെയ്യുന്നത് തലേദിവസം രാത്രിയാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ തയ്യാറാക്കാൻ എളുപ്പമുണ്ടാവും. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഒരു 6 മണിക്കൂർ മിനിമം വെച്ചേക്കുക കേട്ടോ. ഞാനിവിടെ ഏകദേശം ഒരു 7.5 മണിക്കൂറോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ആദ്യം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഉപ്പൊക്കെ ഇതുമായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് ദോശയായിട്ട് ചുട്ടെടുക്കാം.
ദോശക്കല്ല് നന്നായിട്ട് ചൂടാക്കണം. ഈ ഒരു ടൈമിൽ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് മാവ് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഇതുപോലൊന്ന് പരത്തി കൊടുക്കുക. ഇനി നമുക്കൊന്ന് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം മുകൾ ഭാഗം ഇതുപോലൊന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് മതിയാവും. അതിനുശേഷം മൂടി തുറന്ന് നമുക്ക് ഈ ദോശ ഓരോന്നായിട്ട് എടുക്കാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കിത് മറിച്ചിടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതാ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും നല്ല അടിപൊളി ദോശയാണ് കേട്ടോ. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ്. ഇത് ഞാനിന്ന് ചമ്മന്തിയുടെ കൂടെയാണ് കഴിക്കുന്നത്. നോൺ വെജിന് പറ്റിയ അടിപൊളി ദോശയാണ് കേട്ടോ. ഇത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക സത്യത്തിൽ നോൺ വെജിന് ആയിരിക്കും. നല്ല ചിക്കൻ കറിയും ബീഫൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ ഇതിന്. അപ്പോൾ ഇത് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്തായാലും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണണം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അതൊന്ന് കമൻ്റായിട്ട് അറിയിക്കണേ. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.